പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗ്രേസ് വെൽത്ത് ചാനലിലേക്ക് സ്വാഗതം. സ്കൂൾ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ SBO പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. SBOയുടെ ഏറ്റവും പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാനാണ് ഇതിൽ വിശദീകരിക്കുന്നത്. SBOയിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ പുതിയതായി ജോയിൻ ചെയ്യുന്നവർക്കും ഇത് വളരെ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ദയവായി സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഇതൊരു അഫിലിയേറ്റഡ് പാർട്ണർ പ്രോഗ്രാമാണ്. SBOയിൽ പുതിയതായി ജോയിൻ ചെയ്യുന്നവർക്ക് 4 മാസം ട്രെയിനിങ് നൽകുന്നതായിരിക്കും. 4 മാസത്തെ ട്രെയിനിങ് കൊണ്ട് ഏതെല്ലാം വിധത്തിൽ അഫിലിയേറ്റീവ് മാർക്കറ്റിംഗ് പ്രോഗ്രാം നടത്താമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം SBOയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനികളിൽ ജോലി ചെയ്ത് നിങ്ങൾക്ക് മാസ വരുമാനം നേടാവുന്നതുമാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ചിത്രം കൂടി പരിശോധിക്കേണ്ടതാണ്. അതിൽ വ്യക്തമായി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ SBOയിൽ പുതിയതായി ജോയിൻ ചെയ്യുവാൻ ചേരുന്നവർക്ക് എലൈറ്റ് ലേണേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുക. എലൈറ്റ് ലേണേഴ്സ് ആയി വരുന്നവർക്ക് 4 മാസത്തെ ട്രെയിനിങ് നൽകുന്നതായിരിക്കും. ഈ സമയത്ത് നൽകുന്ന ജോലി പൂർണ്ണമായി നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1000 രൂപ പ്രതിമാസം ലഭിക്കുകയും 5000 അതിൽ കൂടുതലോ ഓരോ മാസം ഉണ്ടാക്കുവാനുള്ള സാധ്യതകളും തരുന്നു. ഇതുകൂടാതെ ചില കാര്യങ്ങൾ പഠിക്കുവാനും സാധിക്കുന്നു. ഈ 4 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് SBOയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റു കമ്പനികളിൽ അഫിലിയേറ്റീവ് പാർട്ണറായി എഗ്രിമെന്റ് ഒപ്പുവെച്ച് റെഗുലറായി നിങ്ങൾക്ക് ജോലി ചെയ്യുവാനും നല്ല വരുമാനം ഓരോ മാസവും നേടിയെടുക്കുവാനും സാധിക്കുന്നു. ഈ ട്രെയിനിങ് പീരീഡിൽ മാസം തോറും കുറഞ്ഞ പക്ഷം 1000 രൂപ വീതം ലഭിക്കുമെന്ന് പറഞ്ഞുവല്ലോ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാസത്തിൽ പരമാവധി 4 മൈക്രോ ടാസ്കുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത് നിങ്ങൾ ചെയ്തിരിക്കണം. അതിനുശേഷം ഇൻഫ്ലുവൻസർ, കണ്ടന്റ് റൈറ്റർ എന്നീ ടാസ്കുകളെ നൽകുന്നതായിരിക്കും. മൈക്രോ ടാസ്ക് എന്ന് പറഞ്ഞാൽ SBO നൽകുന്ന മാർക്കറ്റിംഗ് കണ്ടന്റുകൾ അവരവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതായത് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ ജോലികളാണ് തരുന്നത്. അത് ഈ പേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് SBOയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബ്രാൻഡുകളെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക, ചില ചെറിയ ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്യുക, ചില ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക തുടങ്ങി ആയാസരഹിതമായി എവിടെ ഇരുന്നും ഏത് സമയത്തും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്ന ചെറിയ ജോലികളാണ് ചെയ്യുവാനുള്ളത്. അതെല്ലാം ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുക. കണ്ടന്റ് റൈറ്റർ എന്നാൽ വെബ്സൈറ്റിലോ ബ്ലോഗിലോ നിങ്ങളുടെ സ്വന്തം ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഈ 4 മാസത്തെ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. പഠിക്കുമ്പോൾ തന്നെ വരുമാനം നേടുവാനും സാധിക്കുന്നു. ഈ 4 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും അഫിലിയേറ്റീവ് പാർട്ണറായി എഗ്രിമെന്റ് സൈൻ ചെയ്ത് നിരന്തരമായി നിങ്ങൾക്ക് ജോലി ചെയ്യുവാനും വരുമാനം ഉണ്ടാക്കുവാനും സാധിക്കുന്നു. ഈ ചിത്രത്തിൽ ട്രെയിനിങ് സമയത്ത് ആഴ്ചയിൽ ഒരു ടാസ്കിന് 250 രൂപ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ആഴ്ചയിൽ 2 ചിലപ്പോൾ മാസത്തിൽ 4 5 എന്നിങ്ങനെയും ടാസ്കുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആഴ്ചയിൽ ഒരു ടാസ്കിന് 250 രൂപ എന്നുള്ളതിന് അതിൽ ഈ 250 ചില മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ നേടുന്ന പണം 1000 രൂപയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ വിഡ്രോവൽ റിക്വസ്റ്റ് നൽകാവുന്നതാണ്. റിക്വസ്റ്റ് നൽകി കഴിഞ്ഞാൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആ സംഖ്യ നിങ്ങൾ നൽകിയിരിക്കുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും. ട്രെയിനിങ് പീരീഡിൽ മിനിമം 1000 രൂപ വരുമാനമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകുന്ന ടാസ്കുകൾ പൂർത്തീകരിക്കുന്നതിലൂടെയാണ്. എന്നാൽ അതിൽ കൂടുതൽ ലഭിക്കുവാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന് കാരണം നിങ്ങൾ SBOയിലേക്ക് ഈ ജോലി ചെയ്യുവാൻ ആളുകളെ റെഫർ ചെയ്യുന്നതിലൂടെയും ഉള്ള റെഫറൽ കമ്മീഷനും അതുപോലെ SBOയോടൊപ്പം ടൈപ്പിലുള്ള കമ്പനികളുടെ പ്രോഡക്റ്റോ സർവീസോ നിങ്ങൾ മുഖാന്തരം വാങ്ങുമ്പോഴുള്ള കമ്മീഷനിലൂടെയാണ് അത് ലഭിക്കുന്നത്. ഈ പ്ലാനിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 4 മാസം മാത്രമാണ്. ഈ 4 മാസം കഴിഞ്ഞാൽ നിങ്ങളെ അഫിലിയേറ്റീവ് പാർട്ണറാക്കി മാറ്റുന്നതാണ്. അവിടെ നിങ്ങൾ പൂർണ്ണമായും കമ്മീഷൻ ബേസിലായിരിക്കും ജോലി ചെയ്യുക. അതായത് അവിടെ നിങ്ങൾ പെർമനന്റ് സ്റ്റാഫ് അല്ല എന്നർത്ഥം. അവിടെ തരുന്ന ജോലികൾ ചെയ്യുമ്പോൾ അതിനുള്ള കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് എത്ര കാലം നിങ്ങൾ ജോലി ചെയ്യുന്നോ അത്രയും കാലം ലഭിക്കുന്നു. ഈ 4 മാസത്തിന് ശേഷം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഈ സമയങ്ങളിൽ SBO തരുന്ന വീഡിയോകളും SBOയുടെ ഒഫീഷ്യൽ നോട്ടീസ് ബോർഡും ശ്രദ്ധിച്ചിരിക്കണം. പ്രത്യേകിച്ച് SBOയുടെ ഒഫീഷ്യൽ നോട്ടീസ് ബോർഡിൽ ഇതിൻ്റെ അപ്ഡേഷനുകളും
അതിൻ്റെ നിർദ്ദേശങ്ങളും അപ്പോഴപ്പോൾ നൽകുന്നതായിരിക്കും. അത് കൃത്യമായി നിങ്ങൾ പാലിക്കുകയും വേണം. ഇതിനെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങളടങ്ങിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നിങ്ങൾ ചേർന്നിരിക്കണം. ആ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ധാരാളമായി പഠിക്കുവാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് അടുത്തു വരുന്ന വീഡിയോയിൽ വിശദമാക്കുന്നതായിരിക്കും. ഇനി അടുത്തത് അഫിലിയേറ്റ് മാർക്കറ്റ് പാർട്ണർ പ്രോഗ്രാം. 4 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുമായി ഈ പാർട്ണർ പ്രോഗ്രാമിൻ്റെ എഗ്രിമെൻറ്റുകൾ ഒപ്പുവെച്ചുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്. ഇതിലേക്ക് വരുന്നവർക്ക് 15,000 രൂപ വരെ പ്രതിമാസ വരുമാനമായി നേടാവുന്നതാണ്. എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ സമയം ചിലവഴിച്ച് ജോലി ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ നിങ്ങൾ ഏത് വിധത്തിലുള്ള ജോലികൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഉദാഹരണത്തിന് മൈക്രോ ടാസ്ക് ജോലി. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ, അതായത് ഈ കമ്പനി നൽകുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യണം. ഇവിടെ ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ ഉണ്ടാകും. ഓരോ പ്രോഡക്റ്റിനും 5, 10, 20 രൂപ വീതം കമ്മീഷൻ കാണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഏത് പ്രോഡക്റ്റ് തിരഞ്ഞെടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. ഇവിടെ അൺലിമിറ്റഡ് ടാസ്കും അൺലിമിറ്റഡ് വരുമാനവുമാണ് ഉള്ളത്. നിങ്ങൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് വരുമാനം നേടാൻ സാധിക്കും. അതായത് ഒരേ സമയത്ത് തന്നെ നിങ്ങൾക്ക് മൈക്രോ ടാസ്ക്, ഇൻഫ്ലുവൻസർ, കണ്ടന്റ് റൈറ്റർ എന്നിങ്ങനെ 3 ജോലികളും ചെയ്യാം. SBOയിലേക്ക് ചേർന്നിരിക്കുന്ന കമ്പനികൾ തരുന്ന ജോലി നിങ്ങൾ കൃത്യമായി നന്നായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ടാസ്കിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും, വരുമാനവും കൂടിക്കൊണ്ടേയിരിക്കും. ശരിയായ വിധത്തിൽ ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ടാസ്കിൻ്റെ എണ്ണം കുറയുകയും വരുമാനം കുറയുകയും ചെയ്യും. ഇത് കൂടാതെ അഫിലിയേറ്റ് കമ്മീഷൻ കിട്ടുന്നതുമാണ്. അഫിലിയേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ ആ ഓരോ പ്രോഡക്റ്റിനും പ്രത്യേകം ലിങ്കുകളും ഉണ്ടാകും. ഈ ലിങ്കുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി പബ്ലിഷ് ചെയ്യാം. അത് നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒക്കെ കാണുന്നതായിരിക്കും. അതിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും ആ സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 30% വരെ കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. ഇതാണ് അഫിലിയേറ്റീവ് കമ്മീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ലിങ്കുകൾ സോഷ്യൽ മീഡിയയിൽ കാലാകാലങ്ങൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് എപ്പോഴൊക്കെ ആളുകൾ അത് ക്ലിക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നതുമായിരിക്കും. ഇത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നതിന് പരിധികളൊന്നും ഉണ്ടായിരിക്കുന്നതുമല്ല. ഒരു ദിവസം ഒരു ലിങ്കോ 10 ലിങ്കുകളോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാവുന്നതുമാണ്. കൂടുതൽ ലിങ്കുകൾ ഓരോ ദിവസവും മുടക്കം കൂടാതെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വരുമാനവും കൂടുവാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ 30% വരെ കമ്മീഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ഓരോ പ്രോഡക്റ്റിനനുസരിച്ചാണ്. അത് മാറിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അടുത്തത് സെയിൽസ് കമ്മീഷൻ. ഇത് വളരെ ഈസിയായ ഒരു അവസരമാണ്. ഇതിന് ഒരു പ്രാവശ്യം നമ്മൾ പ്രയത്നിച്ചാൽ ജീവിതകാലം മുഴുവനും അതിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതായത് SBOയുടെ കയ്യിൽ ഒരു ഇ-കൊമേഴ്സ് കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ സമൂഹത്തിലേക്ക് നമ്മൾ നൽകുമ്പോൾ അതിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾ നൽകിയ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവർ എപ്പോഴെങ്കിലും ഒക്കെ ആ ആപ്ലിക്കേഷനിലുള്ള പ്രോഡക്റ്റോ സർവീസോ വാങ്ങുകയാണെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് അതിൽ നിന്ന് 10% വരെ കമ്മീഷൻ ലഭിക്കാവുന്നതാണ്. ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ മുഖാന്തരം എപ്പോൾ അവർ അതുപയോഗിച്ച് സാധനങ്ങൾ സർവീസോ വാങ്ങുകയോ ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ കമ്മീഷനും ലഭിക്കുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ SBOയിൽ ജോലി ചെയ്യുന്നവരായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവർ ഫ്രീ ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് നൽകുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ പരിചയമുള്ളവരോ അല്ലെങ്കിൽ പരിചയമില്ലാത്തവരോ ആയ ഒരു 100 ആളുകൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് കരുതുക. അതിൽ ഒരു 20 ആളുകൾ ഈ മാസം 2,000 രൂപയ്ക്ക് വീതം, ഓരോരുത്തരും 2,000 രൂപയ്ക്ക് വീതം ഈ ആപ്ലിക്കേഷനിലുള്ള സാധനങ്ങളോ സർവീസുകളോ വാങ്ങിയെന്ന് കരുതുക. അപ്പോൾ 2,000 × 20, അതായത് 40,000 രൂപ. ആ 40,000 രൂപയുടെ ബിസിനസ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലൂടെ നടന്നു. അപ്പോൾ 40,000 രൂപയുടെ 10% എന്ന് പറയുന്നത് 4,000 രൂപ നിങ്ങൾക്ക് ഈ മാസം അധികമായി കമ്മീഷനായി ലഭിക്കും. ഇവർ തുടർച്ചയായി എല്ലാ മാസവും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ എല്ലാ മാസവും നമുക്ക് 4,000 രൂപ വീതം ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ആളുകൾ കൂടുതൽ സംഖ്യയ്ക്ക്
സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ കൂടുതൽ വരുമാനവും ലഭിക്കുന്നതായിരിക്കും. കുറച്ച് സംഖ്യയ്ക്കുള്ള ബിസിനസ്സാണ് നടക്കുന്നതെങ്കിൽ കുറഞ്ഞ വരുമാനമായിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മൾ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിലൂടെ ജീവിതകാലം മുഴുവനും നമുക്കൊരു വരുമാനം ലഭിക്കാവുന്ന അവസരമാണ് സെയിൽസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇൻട്രോ കമ്മീഷൻ. ഇത് സെയിൽസ് കമ്മീഷനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. SBOയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന നിങ്ങൾ മുഖാന്തരം ഒരാളെ റെഫർ ചെയ്ത് അവർ SBOയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന പക്ഷം അവർ ട്രെയിനിങ് പീരീഡായ എലൈറ്റ് ലേണേഴ്സിൽ നിന്ന് അപ്ഗ്രേഡായി അഫിലിയേറ്റ് പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരാളെ റെഫർ ചെയ്യുന്നു. ആ റെഫർ ചെയ്യുന്ന ആൾ ഒരു 4 മാസത്തേക്ക് എലൈറ്റ് ലേണേഴ്സ് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലാണുള്ളത്. ആ പ്രോഗ്രാം കഴിഞ്ഞ് അവർ അപ്ഗ്രേഡായി അഫിലിയേറ്റ് പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക് വർക്ക് ചെയ്യാൻ വരുമ്പോൾ അവർ ഏതെല്ലാം വിധത്തിൽ അവർക്ക് വരുമാനം നേടുന്നുവോ ആ വരുമാനത്തിൽ നിന്ന് എല്ലാം നമുക്ക് 10% വീതം കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അവർ ഏതെല്ലാം വിധത്തിലുള്ള വരുമാനങ്ങൾ നേടാൻ സാധ്യതയുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ, മൈക്രോ ടാസ്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ വരുമാനം, ഇനി ഇൻഫ്ലുവൻസർ ടാസ്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ വരുമാനം, കണ്ടന്റ് റൈറ്റർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ വരുമാനം, ഇത് 3ഉം അവർ ചെയ്യുന്നതാണെങ്കിൽ അത് 3ൻ്റെയും വരുമാനം, അതുകൂടാതെ സെയിൽസ് കമ്മീഷൻ വാങ്ങുമ്പോൾ ആ വരുമാനം, അഫിലിയേറ്റ് കമ്മീഷൻ വാങ്ങുമ്പോൾ അതിന് വരുമാനം തുടങ്ങി നിങ്ങൾ SBOയിലേക്ക് റെഫർ ചെയ്യുന്നവർ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് അഫിലിയേറ്റ് പാർട്ട്ണർ പ്രോഗ്രാം ചെയ്യുമ്പോൾ നേടിയെടുക്കുന്ന ഓരോ വരുമാനത്തിൻ്റെയും 10% വരെ എല്ലാ മാസവും അവർ വിഡ്രോൾ എടുക്കുന്ന സമയത്ത്, അതായത് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന വരുമാനം അവർ അതാത് മാസങ്ങൾ വിഡ്രോൾ ചെയ്തെടുക്കുമ്പോഴൊക്കെ നമുക്കതിൻ്റെ 10% വീതം ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ഇൻട്രോ കമ്മീഷൻ എന്ന് പറയുന്നത്. ചെറിയൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിങ്ങൾക്ക് താഴെ, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് റെഫർ ചെയ്ത് നിങ്ങളുടെ താഴേക്ക് SBOയിലേക്ക് ഒരു 20, 30 അല്ലെങ്കിൽ 50 ആളുകളെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഒരു 10 ആളുകളെ റെഫർ ചെയ്തു എന്ന് കരുതുക. അവരെല്ലാവരും അഫിലിയേറ്റഡ് പാർട്ട്ണർ പ്രോഗ്രാമിൽ വരുമ്പോൾ, അതായത് 4 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ മിനിമം അവർക്ക് 15,000 രൂപ പ്രതിമാസം സമ്പാദിക്കാൻ കഴിയും. എങ്കിലും അവരുടെ കഴിവിനനുസരിച്ച് 20,000-ഓ 30,000-ഓ 50,000-ഓ ഒക്കെ ഓരോ മാസവും നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള അവസരവും ഇവിടെയുണ്ട്. പക്ഷേ അവർ ഓരോരുത്തരും ഒരു 3,000 രൂപ വീതം മാത്രമേ നേടിയെടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മൾ 15,000 എന്നോ 25,000 എന്നോ 50,000 എന്നൊന്നും കണക്കാക്കണ്ട. അവർക്ക് മാസം ഒരു 3,000 രൂപ വീതം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അവർ ആ സംഖ്യ വിഡ്രോൾ ചെയ്യുമ്പോൾ 3,000 × 30, നമ്മൾ 3,000 രൂപ വീതമാണ് അവർക്ക് ലഭിക്കുന്നത്. ആ 3,000 രൂപ വീതം ലഭിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ, അതായത് ഒരു 10 പേരാണ് ഈ 3,000 രൂപ വീതം വാങ്ങുന്നതെന്ന് കരുതട്ടെ. അത് 3,000 × 10, നേരത്തെ ഞാൻ 30 എന്നാണ് പറഞ്ഞത്, 3,000 × 10, അതായത് ഒരു 30,000 രൂപ അവർ 10 പേരും കൂടി അവരെന്ത് ചെയ്യുന്നു, വിഡ്രോൾ ചെയ്യുന്നു. അതിൻ്റെ 10%-മായ 3,000 രൂപ എല്ലാ മാസവും നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ കഷ്ടപ്പെട്ടപ്പോൾ, നമ്മൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരാളെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ജീവിതകാലം മുഴുവനും ഒരു പാസീവ് ഇൻകമായി ലഭിക്കാനുള്ള ഒരു അവസരമാണ് ഇത്. ഒരു വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞത് അത് 15,000 എന്നോ 50,000 എന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും ഏറ്റവും കുറഞ്ഞത് സെയിൽസ് കമ്മീഷനും ഇൻട്രോ കമ്മീഷനും ചേർത്ത് 7,000 രൂപയെങ്കിലും ലഭിക്കാതിരിക്കില്ല. പക്ഷെ നമ്മളിവിടെ വെറും 3,000 രൂപ വെച്ചാണ് ഈ 10 പേർക്ക് നമ്മൾ കണക്കാക്കിയത്. നമ്മളൊരു 10 പേരെ ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യിച്ചു. ആ ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യിച്ച് അവർ കൃത്യമായിട്ട് അഫിലിയേറ്റ് പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക് വന്നു. അവർക്ക് ഓരോരുത്തർക്കും മാസം തോറും ഒരു 3,000 രൂപ വീതം ലഭിക്കുന്നുവെങ്കിൽ മൊത്തത്തിൽ 30,000 രൂപയാണ്. അതിൻ്റെ 10% എന്നുള്ള 3,000 രൂപ നമുക്കുള്ളതായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു വ്യക്തിക്ക് 7,000 രൂപയെങ്കിലും ലഭിക്കാതിരിക്കില്ല എന്നുള്ളതാണ്. സെയിൽസ് കമ്മീഷനും അഫിലിയേറ്റ് കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസവും ഇൻട്രോ കമ്മീഷനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് കരുതുന്നത്. ഏകദേശം 4 വിധത്തിലുള്ള വരുമാന സാധ്യതകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ മനസ്സിലാക്കുവാനായി 2 or 3 ആവർത്തി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. ഈ പ്രോഗ്രാമിന് പ്ലാൻ വാലിഡിറ്റി എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇതിൽ ജോലി ചെയ്യാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ ജോലികൾ നിങ്ങൾ ചെയ്യുന്നുവോ അതിനനുസരിച്ചുള്ള വരുമാനവും നേടാവുന്നതാണ്.
അഫിലിയേറ്റീവ് പാർട്ണർ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം മിനിമം 2000 രൂപയെങ്കിലും നിങ്ങൾ സമ്പാദിച്ച് നിങ്ങളുടെ വാലറ്റിൽ വച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1000 രൂപയുണ്ടെങ്കിൽ വിഡ്രോൾ ചെയ്യാം എന്നാണ് വിഡ്രോൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് എലൈറ്റ് ലേണർ പ്രോഗ്രാമിൽ 4 മാസത്തെ ട്രെയിനിങ് പീരീഡിൽ പറഞ്ഞത് 1000 രൂപയെങ്കിലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിഡ്രോൾ റിക്വസ്റ്റ് കൊടുത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മളുടെ വാലറ്റിൽ, അതായത് അഫിലിയേറ്റ് പാർട്ണർ പ്രോഗ്രാമിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ വാലറ്റിൽ മിനിമം 2000 രൂപയെങ്കിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, അത് വച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എല്ലാ മാസവും നിങ്ങൾ നൽകിയിരിക്കുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് വന്നു ചേരുന്നതായിരിക്കും. ഓട്ടോ വിഡ്രോലായിട്ട് വന്നിരിക്കും. മിനിമം 2000 രൂപ ഉണ്ടായിരിക്കണം. അതിൽ കൂടുതലുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാ മാസവും അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യണം, എങ്ങനെ ആക്റ്റീവ് ചെയ്യണം, എങ്ങനെ ജോലികൾ ചെയ്യണം എന്നുള്ള തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെ കുറിച്ചുള്ള വീഡിയോകൾ ഉടനെ നൽകുന്നതാണ്. നിങ്ങളുടെ വീഡിയോകൾ വരുമ്പോൾ ദയവായി നിങ്ങളത് ശ്രദ്ധിക്കുക, കാണുക. എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം SBOയിൽ തുടർന്ന് പ്രവർത്തിക്കുക. ക്ഷമയോടെ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.